24 ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസൗകര്യവും കൂടിയാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ സ്റ്റേഡിയത്തിന് അങ്ങനെ പറയരുത്. പൊതുജനങ്ങളെയാണ് ബാധിക്കുന്നത്. പഠിക്കേണ്ടവരെ വിളിച്ചു, പക്ഷെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് പറയുന്നത്. പൊതുസമൂഹത്തിൽ അവരുടെ ഇഷ്ടമാണ്. അതായത് ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. DQ, a luxury redefined brand. ഇന്ത്യയിലെ പ്രധാന പുകവലി നിയമം 2003 സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്റ്റ് ആക്ട് ആണ്. ഇത് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 100 മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് പിഴയും ശിക്ഷയും ലഭിക്കും. കൂടാതെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ എല്ലാത്തിനും ഒരു ക്രമമുണ്ട്, ഒരു മനോഹരതയുണ്ട്. എന്നാൽ ഇന്ന് കാലം വികസിച്ചു, കാലം വളരെയധികം മുന്നോട്ടേക്ക് പോയി. നമ്മുടെ തലമുറകൾ എന്താണ് കാണിക്കുന്നത്? വഴിയോരങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ, നൈറ്റ് കഫേകളിൽ നമ്മുടെ സഹോദരന്മാർ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? നിങ്ങളിതെല്ലാം കാണുന്നുണ്ടോ? നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് കണ്ണു തുറന്ന് വിശാല മനസ്സോടുകൂടി സമൂഹത്തിലേക്കൊന്ന് നോക്കൂ. എന്താണ് ഇന്നത്തെ തലമുറ കാണിക്കുന്നത്? എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ശ്രദ്ധിച്ചാൽ രാത്രിയുടെ ഇരുട്ടിനെ മറവാക്കി യുവാക്കന്മാരും യുവതികളും കാണിച്ചു കൂട്ടുന്ന പുകവലിയും മദ്യപാനവും തന്നെയാണ്. പരസ്യമായി ഇത് ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഭരണകൂടം ലോകത്ത് അനുവദിക്കപ്പെടുന്നുണ്ടോ? ശ്രദ്ധിക്കുക, ഇതെല്ലാം തെറ്റ് തന്നെയാണ്. ഇതെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്കിവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചറിയാം. കൊച്ചി നിവാസികളോട് തന്നെ ചോദിക്കാം. വരൂ. പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ട്. പൊതുജനങ്ങളെയാണ് അത് ബാധിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്നു. പുകവലിക്കുന്നതിന് അടുത്ത് നിൽക്കുന്നവരാണ് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഞ്ചുറി വരുന്നത്, ഹെൽത്ത് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത്. അത് ശരിയല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വളരെയധികം ചെക്ക് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമല്ലേ? മറ്റേ ഹെൽമെറ്റ് വേട്ട എന്ന് പറയുന്നത്, ഹെൽമെറ്റ് ചെക്കിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതും ചെക്ക് ചെയ്യേണ്ട സമയമല്ല, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. തീർച്ചയായിട്ടും അതിനൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ നിയമങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഈ പുകവലിയൊക്കെ ഭയങ്കര തെറ്റാണ്. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ശല്യമാണ് ഇങ്ങനെ പുകയൊക്കെ ഇങ്ങനെ വലിക്കുമ്പോഴേ, പ്രത്യേകിച്ച് റോഡ് സൈഡിൽ. അതിനെതിരെ പോലീസ് കർശനമായ നടപടി എടുക്കുന്നുണ്ട്. കാര്യം ഇപ്പോഴും ഉണ്ട്, ഫുള്ളായിട്ട് കുറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ 24 ഒക്കെ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അല്ല, ആ പോയിന്റ് കറക്റ്റാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകൾ വരുമ്പോൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, യൗവനക്കാരികൾ, അവരും ഇതിന്റെ അഡിക്റ്റായി വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു വിഷമമാണ്. ഇന്ന് തുല്യത പറയുകയാണെങ്കിലും ഒരു വിഷമമാണ് അതിനെക്കുറിച്ച്. അല്ല, അങ്ങനെ ജെൻഡർ എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ വലിക്കും, പക്ഷെ എന്നാലും പൊതുസമൂഹത്തിൽ അവരുടെ ഇഷ്ടമാണ്. അതായത് ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഇപ്പൊ എന്താ പറയണേ, വലിയ കുറയ്ക്കുവാണെങ്കിൽ നന്നായിരിക്കും, അത്രേ ഉള്ളൂ. വേറെ പൊതുസ്ഥലത്ത് ഉപയോഗം പ്രശ്നമാണ്. ഇന്ന് വഴി കൂടെ പോണ പിള്ളേരൊക്കെ പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വലിക്കേണ്ടവര് വലിച്ചോ, പക്ഷെ ഒരു സ്പേസ് ഇട്ട് വലിച്ചോണം. ആർക്കും പ്രശ്നമില്ലാതെ വലിക്കണം, അങ്ങനെ പറയത്തുള്ളൂ. അല്ലാണ്ട് വലിക്കേണ്ടവര് വലിച്ചോട്ടെ. കാരണം സ്ട്രെസ്സും കാര്യങ്ങളുള്ള ഒരു സിറ്റുവേഷനില്ല. ഇപ്പൊ എറണാകുളത്തൊക്കെ ആയാലും ജോലി ചെയ്യുന്നവരൊക്കെ ആയാലും. അപ്പം ആർക്കും ഒരു പ്രശ്നമില്ലാതെ വലിക്കുക ഞാൻ പറയത്തുള്ളൂ. മറ്റുള്ളതിന് ദോഷം ചെയ്യരുത്. ഇല്ല, ആർക്കും ദോഷം പറ്റില്ല. ഡ്രിങ്ക്സ് ആണോ അതോ സ്മോക്ക് ആണോ കൂടുതൽ ഡേഞ്ചറസ്? ഏതാണ്? സ്മോക്കാണ്. അതിനെക്കുറിച്ച് അറിവുണ്ട് പൊതുവെ ജനതയ്ക്ക്, അല്ലേ? അറിവുണ്ട്, നല്ല രീതി അറിവുണ്ട്. എന്നാലും പൊതുസമൂഹത്തെ അത് ഒഴിവാക്കുക എന്ന് പറയാൻ പറ്റില്ല. വലിക്കേണ്ടവരെ വലിച്ചോ, പക്ഷെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് പറയത്തുള്ളൂ. എല്ലായിടത്തും ഇതുണ്ട്. മാക്സിമം പബ്ലിക്കിൽ നിന്ന് വലിക്കാണ്ടിരിക്കുക, മറ്റുള്ളവരെ സംരക്ഷിക്കുക. ഇതിന്റെ ഒരു എഫക്ട് വരുന്നത് ആഫ്റ്റർ ഒരു 35-40 ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഇതിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. അത് ലൈഫ് ടൈമിൽ മാറാത്തൊരു ഇതും, പിന്നെ വീട്ടിലെ കുടുംബത്തിൽ എല്ലാവരും അത് ബാധിക്കുന്ന ഒരു ഫിനാൻഷ്യലി മെന്റലി എല്ലാവരെയും ബാധിക്കും ആഫ്റ്റർ എഫക്ട്. മാക്സിമം ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ചെയിൻ സ്മോക്ക്, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പഠനങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് കാണിക്കുന്ന ഒരു ചതിക്കുഴിയിലേക്ക് എല്ലാവരും പോകുന്നത്, പ്രത്യേകിച്ച് ലേഡീസ്. അതെ, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് മാക്സിമം ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. ചെയ്യണതും തെറ്റാണ്, മറ്റുള്ളവർക്ക് അത് ദോഷകരവുമാണ്. പബ്ലിക്കിൽ നിന്ന് വലിക്കുമ്പോൾ പൊതുവായിട്ടൊരു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, പലരും പറയുന്നൊരു കാര്യം, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കടകളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. രാത്രി 12 മണി, 1 മണി, 2 മണി സമയത്ത് പ്രായഭേദമന്യേ, അതുപോലെ തന്നെ ലിംഗഭേദമന്യേ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന സമൂഹം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കടകൾ ഇതിന് ബാക്കിലുള്ളത് ശക്തമായ ഒരു പ്രേരക ഘടകം തന്നെയല്ലേ?
അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 24 ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസൗകര്യവും കൂടിയാണ്. സിഗരറ്റ് മാത്രമല്ല അതില് ഇപ്പൊ പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഡ്രൈവേഴ്സ് ഉണ്ട്, മാർക്കറ്റിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉപകാരമായിട്ട് പലതും ഉണ്ട്. പക്ഷെ അത് നമ്മ വിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പൊ ബിവറേജ് തുറന്നു വെച്ചിട്ടുണ്ട്. അത് എന്തിനാ തുറന്നു വെച്ചേക്കണത്? അതിൽ പോണ ആൾക്കാർ മാത്രം അത് വാങ്ങണുള്ളൂ. ഇപ്പൊ കടയിൽ സിഗരറ്റ് വിൽക്കുന്നത് തെറ്റല്ല, അത് അവർക്ക് ആവശ്യമുള്ളതാണ് വിൽക്കുന്നത്. സർക്കാർ കൊടുക്കുന്ന ലൈസൻസിലാണ് അത് വിൽക്കുന്നത്. ഉപയോഗിക്കുന്ന രീതി ഉപയോഗിക്കുന്ന രീതി അത് എന്തോരം ഉണ്ടെന്നുള്ളതും അത് എങ്ങനെ എവിടെ വെച്ച് ഉപയോഗിക്കും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ സംഭവം. സാധനം വിൽക്കാൻ വെച്ചേക്കണത് ഇഷ്യൂ ചെയ്തേക്കണത് ലൈസൻസ് വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ 24 ഷോപ്പിന്റെ ഒരു ഇതല്ലത്. അവിടെ പല സാധനങ്ങളുണ്ട്. ചായ കുടിക്കാൻ വന്നവരുണ്ട്, ജ്യൂസ് കുടിക്കാൻ വന്നവരുണ്ട്, ജസ്റ്റ് സംസാരിച്ച് 5 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ വന്ന കോഫി ഷോപ്പുകളുണ്ട്. അതിന്റെ സിഗരറ്റ് മാത്രമല്ല 24ന്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഉപയോഗിക്കേണ്ട രീതിയാണ്. അത് ആൾക്കാർ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു, പബ്ലിക്കിൽ അത് എങ്ങനെ അവയർനെസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഉപയോഗിക്കുന്നവർക്ക് അത് ചിലപ്പോ മറ്റുള്ളവരെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് എന്തോരം ദോഷകരമാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പബ്ലിക്കിൽ നിന്ന് മാക്സിമം അത് വലിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ചോദ്യം കൊണ്ട് ചോദിക്കുന്നത്, അതിനകത്തൊന്നും തോന്നരുത്. ഇപ്പം എല്ലാം തുല്യമാണല്ലോ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞ അഭിസംബോധന ചെയ്യുന്ന പോലെ തന്നെ അവർക്കും തുല്യാവകാശം. അപ്പം പൊതുസ്ഥലത്ത് വെച്ച് അവർ കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതോ ഇന്നത്തെ ഒരു അതിപ്രസരണമാണ്, ഇന്നത്തെ ഒരു ലോകമാണ്, ഒരു വല്ലാത്തൊരു ഹൈടെക് ഒരു ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കണ്ടിരിക്കാൻ പറ്റുമോ? അത് സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രത്യക്ഷത്തല്ല പരോക്ഷമായിട്ട് ചെയ്യുന്നത് പോലെ അത് മാറ്റിയിട്ട് അത് മറ്റുള്ള പൊതുജനത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ ഇത് ചെയ്യണം. അത് പൊതുവെ ഈ 2 യങ്സ്റ്റേഴ്സ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻസ് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാം ആസ്വദിക്കുക, അത് എല്ലാവരും ഒരു ഇഷ്ടമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു രാജ്യം. അപ്പൊ ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റാണ്. ചിലര് മദ്യപിക്കും, ചിലര് ഫ്രണ്ട്സായിട്ട് ആഘോഷിക്കും. മാക്സിമം അത് പബ്ലിക്കിനെ ന്യൂസൻസ് ഇല്ലാണ്ട് മറ്റുള്ളവരെ ബാധിക്കാണ്ട രീതിയിൽ ജീവിക്കുക, ഹാപ്പി ആവുക. അതാണ് മെയിൻലി നമ്മുടെ ഇപ്പൊ കൊച്ചി ഇപ്പൊ ഇത്രയും ഡെവലപ്പിംഗ് ആയി ഇനി ഡെവലപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് വേണം, നൈറ്റ് ലൈഫും വേണം. പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്തൊരു നൈറ്റ് ലൈഫും ഇപ്പൊ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എല്ലാം അനുസരിച്ചിട്ടുള്ള ജീവിതം, മുന്നോട്ടുള്ള ജീവിതമായിരിക്കണം. അപ്പോഴായിരിക്കും നമുക്ക് നേഷന് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ, നമ്മുടെ സിറ്റിക്ക് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ, അല്ലേ? അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു ലൈഫോ അല്ലെങ്കിൽ ഇതുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവരും ഒരു ഈക്വലി അങ്ങോട്ട് ഇപ്പൊ പറഞ്ഞില്ലേ, ജെൻഡർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്ത്. ഇപ്പൊ രാത്രി ഒരു പെങ്കൊച്ചി ഇറങ്ങിയെന്ന് പറഞ്ഞൊന്നും പറ്റാൻ പോണില്ല. അത് അവർക്കും ഉണ്ട് രാത്രി ഇറങ്ങണം എന്നുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് അവർ രാത്രി ഇറങ്ങുന്നത്. അത് പബ്ലിക് സ്പേസിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേർക്കും എല്ലാ തുല്യതയും വേണമെന്നാണ് എല്ലാം തക്കി യോഗ്യം പോലെ അല്ലേ? അതെ, എല്ലാം എല്ലാവർക്കും ആഘോഷിക്കണം. അല്ലാണ്ട് എല്ലാരും രാത്രി ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. എല്ലാവർക്കും തുല്യത പോലെ നിൽക്കണം. പബ്ലിക്കിൽ പുകവലി നിരോധിക്കാൻ തന്നെ വേണം. ആരും വലിക്കാൻ പാടില്ല. അതാ എന്റെ അഭിപ്രായം. അത് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ടോ? എന്റെ ദൃഷ്ടിയിൽ അധികം ചെക്ക് ചെയ്യപ്പെടുന്നില്ല. ആരും ചെക്ക് ചെയ്യുന്നില്ല, വലിച്ചോണ്ടിരിക്കുക. പതിച്ച് രാത്രിയിൽ കൊച്ചു പെമ്പിള്ളേരൊക്കെ റോഡിൽ നിന്ന് വലിക്കുമല്ലേ. എടപ്പള്ളി, കലൂര്, പലമസ്പാലട്ടല്ല ഭയങ്കര വലിയ ആൾക്കാർ. അത് നിരോധിക്കുക തന്നെ വേണം. പബ്ലിക്കായിട്ട് നിരോധിക്കണം. അതിനെ ബോധവലിക്കാറുണ്ടോ, കാണാറുണ്ടോ? നമ്മളായിട്ട് ആരും ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ് ഇത് മോശമാണെന്നുള്ളതോ അല്ലെങ്കിൽ അതിനുള്ള പോസിറ്റീവ് നെഗറ്റീവ് അവർക്ക് അറിയാം. നമ്മളത് ബോധവൽക്കരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ പബ്ലിക്കായിട്ട് നമ്മൾ ചെയ്യണത് കുറച്ച് കുറയ്ക്കാൻ നല്ലതായിരിക്കും. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ചേട്ടന്മാരൊക്കെ സിഗരറ്റ് വലിക്കുന്ന കാണുന്നു, അല്ലെങ്കിൽ അച്ഛനെ കാണുന്നു, മാഷിനെ കാണുമ്പോൾ ഒതുക്കി പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ചവിട്ടിക്കെടുത്താന്നൊക്കെ പറയും. ആ പരിപാടി ഒന്നുമില്ല. ആക്ഷൻ കാണുന്ന രസം, ആക്ഷൻ കാണുന്നുണ്ട്. ഇപ്പൊ അവരെ കാണുന്നു, അപ്പൊ തന്നെ നമ്മൾ താഴെ ചവിട്ടിക്കെടുത്തുന്നു, അല്ലെങ്കിൽ മാറിക്കുന്നു. ഇപ്പൊ അങ്ങനെയില്ല. വരുമ്പോ 2 പുക കൂടുതലെടുക്കും. അപ്പൊ അതൊക്കെ ഒരു കുറച്ചാക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇതൊരു എന്താ പറയാ, അവരൊരു ഹോബിനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു രസം കണ്ടെത്തിട്ട് അവരിങ്ങനെ ഇതാക്കണേ. അതൊക്കെ നമ്മളവരാരും ഉപദേശിക്കുന്നതല്ല, അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ പേഴ്സണൽ കാര്യമാണ്, ഒന്നുമല്ല. ഹെൽമെറ്റ് ചെക്ക് ചെയ്യുന്ന പോലെ ഒരു ജാഗ്രത ഇതിനകത്ത് കാണുന്നുണ്ടോ? ഹെൽമെറ്റ് ചെക്ക് ചെയ്യണ പോലെ ഹെൽമെറ്റ് ചെക്ക് ചെയ്യാൻ ഭയങ്കര ജാഗ്രതയാണല്ലോ എന്ന് പറയുന്ന പോലെ ഇതിന്റെ ഒരു ജാഗ്രത ഉറപ്പായിട്ടും സ്റ്റേഡിയത്തിലുണ്ടല്ലോ. പിന്നെ അവര് പതി കൂടെ പോവാണെങ്കിൽ അവര് നോക്കുമ്പോ അവര് എണ്ണും ഇങ്ങനെ, കൊള്ളാം, ഒരു 200ന്റെ 3-4 പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇറങ്ങുന്നു, ഓടി വരുന്നു, അപ്പൊ തന്നെ പെറ്റി എഴുതി കൊടുക്കും. സിഗരറ്റിന്റെ പുകവലിയുടെ പിന്നെ എഴുതി കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇഷ്ടം പോലെ പേർക്ക് പെറ്റി കിട്ടുന്നുണ്ട്. അതിവിടെ അതിന്റെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ വേറെ സ്ഥലങ്ങൾ അങ്ങനെ കണ്ടുവരുന്നില്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ സ്റ്റേഡിയത്തിന് നിങ്ങൾ അങ്ങനെ പറയരുത് ഒരിക്കലും. സ്റ്റേഡിയത്തിൽ ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇല്ലേ. ഇപ്പൊ ബീവറേജ് ഇവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് അത് പൊട്ട സ്ഥലമാണെന്ന് പറയാൻ പറ്റുമോ?
ഗവൺമെന്റ് നല്ല കാര്യമല്ല. അപ്പൊ അതേപോലെ ഇപ്പൊ ഇവിടെ സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും, സിഗരറ്റ് വലിക്കാത്തവരുണ്ടാവും. പബ്ലിക്കായിട്ട് വലിക്കരുത്. അതിപ്പോ എല്ലാ സ്ഥലത്തും വലിക്കുന്നില്ല ചേട്ടാ, ഏതോ സ്ഥലത്ത് വലിക്കാത്ത എല്ലായിടത്തും വലിയുണ്ട്. എല്ലാ സ്ഥലത്തും കടയിലും വിൽക്കുന്നില്ലേ. അപ്പൊ പിന്നെ അതിനൊരു മോശമായിട്ട് പറയരുത് നിങ്ങൾ. ഈ ഒരു ഏരിയനെ ഞങ്ങൾ അങ്ങനെ പറയരുത്. എവിടെ ആൾക്കാർ ഇപ്പൊ ഫുഡ് കഴിക്കണില്ല, ഇവിടെ 2 ടൈപ്പ് പരിപാടി ഇവിടെ. അതല്ലേ വെച്ചേ നമ്മള് പബ്ലിക്കായിട്ട് വലിക്കാനും നിയമമില്ല. അത് 70കളിൽ അത് ബാൻ ചെയ്തേക്കുവാ. പക്ഷെ പബ്ലിക്കായിട്ട് ആൾക്കാർ വിൽക്കുന്നുണ്ടല്ലോ ഈ പരിപാടി. അതാണ് നിർത്തേണ്ടത്. അതല്ല പോയിന്റ്. പരിപാടി പബ്ലിക്കായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പൊ പബ്ലിക്കായിട്ട് 70 തുടങ്ങിയ നിയമത്തിന്റെ അപ്പം സാധ്യത അതിന് നീതി കിട്ടണമെങ്കിൽ ഇത് വിൽക്കപ്പെടാനും പാടില്ല. അത് ഇവിടെ ഇപ്പോൾ എല്ലാ സാധനത്തിനും 2 അറ്റുണ്ട്. അതായത് കാറ് മോഡിഫൈ ചെയ്യാൻ പാടില്ല, അന്ന് കാറ് മോഡിഫൈ ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കാം, അതിന് GST ഉണ്ട്. അതേപോലെയാണ് ഇപ്പോൾ സിഗരറ്റ് പൊതുവായിട്ട് വലിക്കാനും പാടില്ല, അന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ വിൽക്കാനുണ്ട്. അപ്പൊ എല്ലാ സാധനത്തിനും 2 കാര്യങ്ങളില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ പരിപാടിയും അങ്ങനെ നോക്കണം. ഇപ്പൊ ബാറുണ്ട്, ബീവറേജ് ഉണ്ട്, ആൾക്കാർ വിൽക്കുന്നുണ്ട്. അത് ഓരോരുത്തർ ചോയ്സ് ആണ്. അപ്പൊ അത് പക്ഷെ പൊതുവായിട്ട് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ഡീൽ ചെയ്താൽ അത് എപ്പോഴും നല്ലതായിരിക്കും. അഭിപ്രായം വളരെ മോശമായിട്ടുള്ള പാസീവ് സ്മോക്കിംഗ് വളരെ ഇഞ്ചുറീസ് ടു ഹെൽത്ത്. കൂടുതൽ ഇഞ്ചുറി നമ്മുടെ ശരീരത്ത് അത് വരുമെന്നാണ് പഠനം തെളിയിക്കുന്നത്. പക്ഷേ ഇന്നത്തെ പൊതുസമൂഹം വളരെയധികം യൂസ് ചെയ്യുന്ന പ്രത്യേക യങ്സ്റ്റേഴ്സ് അതൊരു അപകട നില തന്നെയല്ലേ ഡ്രിങ്ക്സിനേക്കാളും? അവർക്കും അപകടമാണ്, അടുത്ത് നിൽക്കുന്നവർക്കും അപകടമാണ്, ഒരു സംശയമില്ല. ശരിക്കും അത് നിരോധിക്കുക തന്നെയല്ലേ വേണ്ടത്? 100%.